ഈ കത്തി നേരെ ഉമ്മയുടെ കഴുത്തിലായിരുന്നു. അതിനു മുമ്പ് ഈ ഷാൻ എന്ന് പറയുന്ന നായ ചാടി. ബഷീർ കൃതികൾ പൈങ്കിളി കൃതികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും. പിന്നെ അദ്ദേഹത്തിൻ്റെ പല കൃതികളും നമുക്ക് 2 3 തലങ്ങളിൽ വായിക്കാവുന്ന കൃതികളായിരുന്നു. 70 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പം 4000-ഓളം പദങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൃതികൾ മുഴുവൻ പഠിച്ചിട്ട് മലയാളത്തിൽ അർത്ഥമില്ലാത്ത പദത്തിന് അർത്ഥം നൽകി എന്നാണ് പറയുന്നത്. ശബ്ദങ്ങൾ സാഹിത്യകൃതിയാണെങ്കിൽ ഇപ്പോൾ ഭരണിപ്പാട്ട് ഭഗവത്ഗീതയാണ് എന്ന് പറഞ്ഞിട്ടാണ് അത് അന്ന് ഭയങ്കര വിമർശനം ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ ആകെ ഒറ്റ തിരക്കഥയെ ബഷീർ എഴുതിയിട്ടുള്ളൂ. അവരോടെയും നടക്കുകയും ചെയ്തിട്ട് വീട്ടിലെത്തിയിട്ട് പറയാണ് ഉമ്മനോട്, ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടെന്ന്. അത് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ്. കാരണം വെച്ചാൽ 22 വർഷമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 22 വർഷത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൃതികൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പഠിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കൃതി പഠിച്ചൊരു മകനാണ് ഞാൻ. എനിക്ക് തോന്നുന്നു അതുപോലെ മറ്റ് കുട്ടികൾക്ക് പറ്റിയെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു 15 വയസ്സിലൊക്കെ കുറച്ചുകൂടി വായന വന്ന സമയത്ത് കുറച്ച് വിമർശനാത്മകമായ രീതിയിൽ അച്ഛനെ സമീപിച്ചിട്ടുണ്ട് ഞാൻ. ബഷീർ കൃതികൾ പൈങ്കിളി കൃതികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും. ആ MTയെയും SK പൊറ്റക്കാടിൻ്റെ കൃതികളൊക്കെ നോക്കൂ, അതാണ് സാഹിത്യം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വിമർശിക്കുന്ന ഒരു മകനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ മുതിർന്ന് വന്ന് കുറച്ചുകൂടി വായിച്ചപ്പം, അതായത് വരികൾക്കിടയിലൂടെ വായിക്കാൻ അന്ന് അറിയില്ല എനിക്ക്. പ്രത്യേകിച്ചിട്ടും ആനവാരിയും പൊൻകുരിശും പിന്നെ സ്ഥലത്തെ പ്രധാന ദിവ്യൻ, അത് രണ്ടും രാഷ്ട്രീയ നോവലാണെന്ന് ഡോക്ടർ ജമാലുദ്ദീൻ കുഞ്ഞ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൃതികളെപ്പറ്റി പഠിച്ച ഒരാൾ എന്നോട് പറഞ്ഞ് അതൊരു രാഷ്ട്രീയ നോവലാണ്, ഒന്നുകൂടി വായിക്കാൻ പറഞ്ഞു. ഞാൻ ഒന്നുകൂടി വായിച്ചു. കുറച്ചുകൂടി മുതിർന്നു. അപ്പോഴത്തേക്കും ഞാൻ കുറച്ചുകൂടി മുതിർന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ചാത്തങ്കേരി മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടും മുഴയൻ നാണുമൊക്കെ ആ സമയത്തുണ്ടായിരുന്ന 2 പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളാണ്. പറഞ്ഞാൽ മനസ്സിലാവും. ഞാനത് വേണമെങ്കിൽ പറയാം. ഒന്ന് EMS നമ്പൂതിരിപ്പാടും, ഒന്ന് P ഗോവിന്ദപിള്ളയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമുക്കൊരു രാഷ്ട്രീയ നോവലായിട്ട് വായിക്കാൻ പറ്റും. പക്ഷെ ഞാനത് അന്ന് വായിച്ചിരുന്നത് കുട്ടികൾക്ക് വായിച്ചിരിക്കാവുന്ന ഒരു നോവലായിട്ടാണ് വായിച്ചത്. പക്ഷെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല കൃതികളും നമുക്ക് 2 3 തലങ്ങളിൽ വായിക്കാവുന്ന കൃതികളായിരുന്നു. അപ്പം മലയാളം ഇഷ്ടപ്പെടുന്നൊരു കുട്ടിയായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് മലയാളമാണ് പഠിച്ചിരുന്നത്. എൻ്റെ കൂടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് മലയാളം എടുത്ത വളരെ ചുരുക്കം കുട്ടികളിൽ ഒരാളാണ് ഞാൻ. എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഹിന്ദിയോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച കോളേജിൽ ജർമ്മൻ ഭാഷ ഉണ്ടായിരുന്നു. അതിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ 100ൽ 100 കിട്ടും. മലയാളത്തിൽ ജസ്റ്റ് പാസ്സാവുകയുള്ളൂ. എന്നിരുന്നാലും മലയാളത്തിനോടുള്ള താല്പര്യം കൊണ്ട് മലയാളം പഠിക്കുക. ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടി കുറച്ച് വായന ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്നു. അഴീക്കോട് മാഷ തത്വമസിയൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു പോയൊരു വ്യക്തിയാണ് ഞാൻ. പിന്നീട് ഈ ഒരു ടെക്നിക്കൽ താല്പര്യം വന്നപ്പം അതൊക്കെ നമ്മൾ BTech എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതി BTech കിട്ടിയപ്പം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടിയപ്പോൾ നമ്മളതിന് മാറി. ഇപ്പം ആ ഒരു കാലഘട്ടം, ആ ഒരു 4 വർഷ കാലഘട്ടം അതൊക്കെ ഞാൻ കുറച്ച് വായനയിൽ നിന്നൊക്കെ പുറകോട്ട് പോയി എന്ന് എനിക്ക് തോന്നുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരിക്കലും പിന്നീട് ആവർത്തിക്കുമോ എന്ന് എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം. കാരണം ഞാനിപ്പോൾ എൻ്റെ ഒരു സഹോദരിയെ ഇതുപോലെ കളിയാക്കി കഴിഞ്ഞാൽ അതോടുകൂടി കുടുംബം തകരും. പക്ഷേ ഈ പാത്തുമ്മയുടെ ആടിൽ ഈ അബുവിനെയും അബ്ദുൽ ഖാദറിനെയൊക്കെ അദ്ദേഹം അതിരൂക്ഷമായിട്ട് കളിയാക്കി എഴുതുമ്പോൾ അവർക്കൊക്കെ സ്നേഹം കൂടുക ചെയ്തത്. ഇക്കാക്ക ഞങ്ങളെ പറ്റിയിട്ട് കഥ എഴുതി ഞങ്ങളെയൊക്കെ പ്രസിദ്ധരാക്കി എന്നാണ് പറയുന്നത്. പക്ഷെ അത് വായിക്കുമ്പോൾ ഞാനൊക്കെ ആദ്യം വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്താണ് ഈ അനിയന്മാരെ പറ്റിയിട്ടും പെങ്ങന്മാരെ പറ്റിയൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒരു ദാക്ഷിണ്യം വേണ്ടേ? കുറച്ച് നമ്മളൊക്കെ എഴുതുമ്പം സത്യം ആയിരിക്കാം, പക്ഷെ സത്യം നമ്മൾ കുറച്ചുകൂടി ഒരു മയപ്പെടുത്തി ഒരു ഭംഗിയിലേക്കാണല്ലോ എഴുതുക.
പക്ഷേ ഇദ്ദേഹം അത് പച്ചയായിട്ട് അങ്ങ് എഴുതി. അനിയന്മാർ ഞാനിപ്പം ഇറങ്ങിപ്പോകും, എന്നെ രാജ്യത്തിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പോകുന്ന ഹനീഫയെ, പട്ടാളക്കാരനായ ഹനീഫയെ ഒക്കെ കാണിക്കുന്നത്, അവൻ ലേശം കമ്മ്യൂണിസ്റ്റാണ്, അബുവിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു ചേട്ടൻ, ആ ചേട്ടനെ എന്തുമാത്രം അവരെ സ്നേഹിച്ചിരുന്നു എന്ന് അറിയുന്നത് പിന്നീട് നമ്മൾ തലയോലപ്പറമ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്നേഹമുണ്ടല്ലോ. ഒരു വീട്ടിൽ പോയി മറ്റൊരു വീട്ടിൽ കയറാൻ സമയം കിട്ടിയില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പരിഭവം, അവരിങ്ങോട്ട് വരും, അടുത്തേക്ക് വരും അവർ. അതൊക്കെ ഒരു, എനിക്ക് തോന്നുന്നില്ല അത് ഒരു മറ്റൊരു കുടുംബത്തിലായിരുന്നെങ്കിൽ അതോടുകൂടി അത് അടിച്ചു പിഴിയാൻ അത് മാത്രം മതിയായിരുന്നു. ആ ഒരു പുസ്തകം മാത്രം മതിയായിരുന്നു ഒരു കുടുംബം മൊത്തം അടിച്ചു പിരിയാൻ. പക്ഷേ അവർ ഒറ്റക്കെട്ടായി ഇക്കാക്കയുടെ കൂടെ നിന്നു. വളരെ അതൊരു ഒരു ഒരു പ്രത്യേക ഒരു ഒരു ശ്രദ്ധ, അത് ബഷീറിന് മാത്രം കഴിയുന്നൊരു കാര്യമായിരിക്കാം. അത് മറ്റൊരാൾ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ പത്മയുടെ ആട് എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ മാനസിക വിഭ്രാന്തി കാലഘട്ടത്തിലാണല്ലോ. എഴുതിയിട്ടുണ്ട്. വല്ലപ്പുഴ ചികിത്സിക്കുന്ന സമയത്താണ് അദ്ദേഹം പത്മയുടെ ആട് എഴുതിയത്. അപ്പം പത്മയുടെ ആട് നോവലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോവലാണെന്ന് പറയാൻ പറ്റില്ല. നോവലിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒന്നും അതിൽ ഇല്ല. നോവലിന് നമുക്ക് ഒരു തുടക്കം, അതിൻ്റെ നടുഭാഗം, പിന്നെ അത് ക്ലൈമാക്സ്, പിന്നെ ഒടുക്കം, അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു നോവലാണെന്ന് ചോദിച്ചാൽ നോവൽ അല്ല. എന്നാലും ആൻറ്റി നോവൽ കാറ്റഗറിയിൽ പെടുന്നതെന്ന് പറയാം വിദഗ്ധർ പറയാം. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് ഈ ആൻറ്റി നോവൽ എന്ന്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഒരു ആൻറ്റി നോവലാണെന്നാണ് പറഞ്ഞത്. ഇത്രയും കാലത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഈ ആൻറ്റി നോവൽ. നോവൽ എന്താണെന്നുള്ളത് മറ്റ് നോവലുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നോവലിനൊരു തുടക്കം ഉണ്ടാവും, നോവൽ കയറി ക്ലൈമാക്സിലെത്തും, ക്ലൈമാക്സ് അവസാനം അത് അവസാനിക്കുന്നു. ഒന്നുകിൽ ട്രാജഡിയോ കോമഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നല്ലൊരു ഭംഗിയായിട്ട് അവസാനിക്കും. ഇതിനൊന്നുമില്ല. ആ വാത്തുമേ പിറ്റു, അതൊരു വാചകമാണ് ഇതിലത്തെ. അപ്പോൾ അതൊക്കെ മോഹൻ കുമാർ സാർ പറഞ്ഞ പോലെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ സംഭവിക്കുന്നത് അതുപോലെ എഴുതി. പക്ഷെ അതുപോലെ എഴുതിയിട്ടെങ്കിൽ തന്നെ അത് ജനങ്ങൾ സ്വീകരിക്കണമെന്നില്ല. അപ്പം നാളെ ഞാനിത് എഴുതിയാൽ ആ ജനങ്ങൾ സ്വീകരിക്കില്ല. അതൊരു ഈ വായനക്കാരൻ്റെ മനസ്സിൽ കയറിയിട്ട് അവൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് രീതിയിൽ എഴുതിയിരിക്കുന്ന കൃതികളാണ് അദ്ദേഹത്തിൻ്റെ മുഴുവനുള്ളത്. ഇപ്പോൾ ശബ്ദങ്ങളൊക്കെ ഇക്കാലത്ത് ഇപ്പം പറയുകയാണെങ്കിൽ അതൊക്കെ നമ്മളിപ്പോൾ പോലും ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ അംഗീകരിച്ച് വരുന്നുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കഥ, ശബ്ദങ്ങൾ പോലത്തെ ഒരു കഥകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം എത്രമാത്രം ദീർഘവീക്ഷണത്തോടെ എഴുതിയെന്നുള്ളത് മനസ്സിലാക്കണം. മറ്റൊന്ന്, നമ്മുടെ ഭൂമിയുടെ അവകാശികൾ. ഇപ്പോൾ ഇന്ന് ലോകരാജ്യങ്ങളിൽ ആരാണ് ഈ കാർബൺ കണ്ടൻറ്റ് കൂടുതൽ എറിയുന്നത്, ആരാണ് ഈ നശീകരണം നടത്തുന്നതുമായിട്ട് മത്സരവും അതിനുവേണ്ടി യുദ്ധവും നടക്കുമ്പോൾ അദ്ദേഹം മരിച്ചിട്ട് 30 വർഷമായി. അതിൻ്റെയും ഒരു 40 വർഷം മുമ്പാണ് ഈ ഭൂമിയുടെ അവകാശികൾ എഴുതുന്നത്. അതായത് 70 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു അവധൂതൻ, ഇപ്പം മറ്റേ പറഞ്ഞ സനിമാഷ ഏകാന്ത വിധിയിൽ അവധൂതൻ, അത് അദ്ദേഹം മുന്നിൽ കണ്ട് എഴുതിയിരിക്കുന്ന കൃതി പോലെയാണ് തോന്നിയത്. അന്നൊക്കെ ചെറുപ്പത്തിലൊക്കെ അത് വായിക്കുമ്പോൾ നമുക്കതൊരു വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം പോലെയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ വ്യാപ്തി മനസ്സിലാക്കുന്നത് കുറേ കൂടി പിന്നീട് നമുക്ക് മുതിരുമ്പം, അല്ലെങ്കിൽ നമ്മൾ 1, 2, 3, 4 പ്രാവശ്യം വായിക്കുമ്പോഴാണ് ഇതിൻ്റെ കൃതികളുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുന്നത്. അത് അത്ഭുതം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉപയോഗിച്ച പദങ്ങൾ മാത്രം എടുത്തിട്ട് ഇപ്പോൾ ഡോക്ടർ എം എം ബഷീർ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഈ ഹുദ്രാപ്പി ബുസാട്ടോ, ഡുങ്ക് ഡുങ്ക് ഡും, അങ്ങനത്തെ കുറേ പ്രയോഗങ്ങളുണ്ടല്ലോ, ഭാഷയിലെ കുറേ പ്രയോഗങ്ങൾ. അതൊക്കെ പലപ്പോഴും ഇപ്പം ചില ആൾക്കാരൊക്കെ അത് പ്രയോഗമാക്കി മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 4000-ഓളം പദങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൃതികൾ മുഴുവൻ പഠിച്ചിട്ട് ഈ മലയാളത്തിൽ അർത്ഥമില്ലാത്ത പദത്തിന് അർത്ഥം നൽകി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ബഷീർ മാഷ് ഇപ്പോൾ അടുത്തൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇറങ്ങിയോന്ന് എനിക്കറിയില്ല, അദ്ദേഹം അത് തയ്യാറാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെ, എനിക്കറിയാം, എൻ്റെ പെങ്ങളെ മകനെ താലോലിക്കുമ്പോൾ വിളിക്കുന്ന പേര് സിങ്കപ്പ, ഡുങ്കെ, അതിനൊന്നും അർത്ഥമില്ല. അപ്പം അതിൽ കുറേയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. ഞാനും എൻ്റെ മക്കളെയും എൻ്റെ കസിൻസിൻ്റെ മക്കളെയൊക്കെ ഇതുപോലെ ഓരോ പേര് ഇട്ടിട്ട് വിളിക്കും. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കാൻ കേട്ടോ. അവരൊക്കെ കേൾക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് ചിലപ്പം അദ്ദേഹത്തിന് കിട്ടിയ പാരമ്പര്യമായിട്ടൊരിതായിരിക്കാം. ഈ പദങ്ങൾ ഉണ്ടാക്കുക, ആ പദങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ആ പദങ്ങളിൽ ഡിക്ഷണറിയിൽ എവിടെ ഇല്ലെങ്കിലും
അത് വായനക്കാരനെ മനസ്സിലാക്കിക്കുക എന്ന് പറയുന്നത് അതിൽ അദ്ദേഹം നന്നായി വിജയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ വാക്കുകളൊക്കെ ആ വാക്കുകൾ ആ സന്ദർഭത്തിൽ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വായനക്കാരന് മനസ്സിലാവുന്നുണ്ട്. പ്രണയസങ്കല്പം എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞാൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശബ്ദങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ശബ്ദത്തിലെ പ്രണയം എന്താണ്? അത് അത് ശരിക്കും നമുക്ക് അറപ്പുളവാക്കുന്നൊരു തരം പ്രണയത്തിലേക്കൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലും പ്രണയിക്കാം എന്നുള്ളതാണ് അദ്ദേഹം തെളിയിച്ചത്. നമുക്ക് എങ്ങനെയും പ്രണയിക്കാം. നമുക്ക് അഴുക്കുചാലിൽ ഇരുന്നാലും പ്രണയിക്കാം. നിങ്ങൾ മണിമാളികയിൽ ഇരുന്നും പ്രണയിക്കാം. ലീല മജ്നുവിനെ പോലെയും പ്രണയിക്കും. ലീല മജ്നു പോലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റേ ബാല്യകാലസഖിയിലെ മജീദും സുഹറയും. പക്ഷെ അതേ സമയത്ത് അഴുക്കുചാലിലെ പ്രണയമായിരുന്നു അദ്ദേഹം ശബ്ദങ്ങളിലൂടെ പറഞ്ഞു. എല്ലാവരിലും പ്രണയമുണ്ട് സംഗതി. ഏതൊരാളിലും അത് ഒരു കൊലപാതകിയായാലും അതൊരു ട്രാൻസ്ജെൻഡർ എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഈ സമൂഹത്തിലെ ഏത് രീതിയിൽ നടക്കുന്ന ആൾക്കാർക്കും അവരുടെ നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് പ്രണയിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു കൊച്ചു കുട്ടികളായിരുന്നപ്പോൾ 18 വയസ്സുള്ള കൊച്ചു കുട്ടികളാണ് അവരുടെ രീതിയിലുള്ള പ്രണയം വേറെയാണ്. മുതിർന്നവരുടെ പ്രണയം വേറെയാണ്. ഇതുപോലുള്ള സാമൂഹിക സാഹചര്യത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ പ്രണയം വേറെയാണ്. അതൊക്കെ അദ്ദേഹം കൃതികളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞിരുന്നു ശബ്ദങ്ങൾ സാഹിത്യകൃതിയാണെങ്കിൽ ഭരണിപ്പാട്ട് ഭഗവത്ഗീതയാണ് എന്ന് പറഞ്ഞിട്ടാണ് അത് അന്ന് ഭയങ്കര വിമർശനം ഉണ്ടായിരുന്നത്. അതിനൊന്നും അദ്ദേഹം ചെവി കൊടുത്തിട്ടില്ല. അതിന് കാലം മറുപടി കൊടുക്കുന്ന അദ്ദേഹം പറഞ്ഞത്. കാലം മറുപടി കൊടുത്തു. ഇന്നും ശബ്ദങ്ങൾ വളരെയധികം ചെലവഴിച്ചു പോകുന്നുണ്ട്. അത് ഇത്രയും മോശമായ കൃതിയാണെങ്കിൽ അത് അന്നേ തമസ്കരിക്കപ്പെടേണ്ടിയായിരുന്നു. പ്രേതങ്ങൾക്കും പ്രണയമുണ്ട് എന്നുള്ളത് അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ഈ ഡ്രാക്കുള കഥകളൊക്കെ വായിക്കുന്നുണ്ടല്ലോ. ഡ്രാക്കുള കഥകളിലൊന്നും ഈ പ്രേതങ്ങൾക്ക് പ്രണയമില്ല. പ്രേതം പ്രണയിക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ വായിച്ച കഥകളിലൊക്കെ പ്രണയം അഭിനയിച്ച് പ്രേതം വരുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഭാർഗവീ നിലയത്തിലെ ഭാർഗവി നേരെ തിരിച്ചാണ് വരുന്നത്. ഭാർഗവി തൻ്റെ സത്യാവസ്ഥ അറിയിച്ചുകൊണ്ട്, സാഹിത്യകാരനെ അറിയിച്ചുകൊണ്ട് തൻ്റെ പ്രണയം പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സുഹൃത്ത് RVM ദിവാകരൻ പറയുന്നത്, ഞങ്ങൾ സിനിമ പഠിപ്പിക്കുന്നത് ഭാർഗവീ നിലയം, അതായത് പഴയ അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിലാകെ ഒറ്റ തിരക്കഥയെ ബഷീർ എഴുതിയിട്ടുള്ളൂ. ഒരു നാടകവും, കഥാബീജം എന്ന് പറയുന്ന നാടകവും ഭാർഗവീ നിലയം എന്ന് പറയുന്ന നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി എഴുതിയ തിരക്കഥ 2 അത് എനിക്ക് പറഞ്ഞ വഴിയല്ല അത് എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ ഒഴിവാക്കുകയും ചെയ്തത്. പക്ഷെ ആ രണ്ട് ഒരു നാടകം ഒരു സിനിമ എഴുതിയിട്ടുണ്ടെങ്കിൽ രണ്ടും ക്ലാസിക്കായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ MT വാസുദേവനെ പോലുള്ള ആൾക്കാരൊക്കെ കഥയും സംവിധാനവും തിരക്കഥയൊക്കെ ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അതിൻ്റെ വഴിയല്ല, എൻ്റെ വഴി ഇതാണ് എന്ന് പറഞ്ഞിട്ട് മാറി നടക്കുകയാണ് ഉണ്ടായത്. MT വാസുദേവൻ നായർ ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതികളിൽ അത് കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഉന്മാദം വന്ന സമയത്ത് ഭ്രാന്ത് ആയ അവസ്ഥയിൽ എഴുതിയിട്ടാണ് അദ്ദേഹത്തിന് ഭ്രാന്ത് വന്നത്. കാരണം ശരി, ഉറക്കമില്ലാത്ത രാത്രികളിലായിട്ട് എഴുതും. പകലൊക്കെ അദ്ദേഹത്തിന് എഴുതാൻ പറ്റാറില്ല. ഈ വരുന്ന ആൾക്കാരെ കൂടെ പാർട്ടികളും സന്തോഷവും മറ്റുമായിട്ട് പകൽ മുഴുവൻ ചിരിയും കളിയും സംസാരമൊക്കെ ആയിട്ട് രാത്രികളിലാണ് അദ്ദേഹം എഴുത്തുണ്ടായിരുന്നത്. അങ്ങനെ തുടർച്ചയായിട്ടുള്ള ആ ഉറക്കമൊഴിച്ചിലാണ് അദ്ദേഹത്തിന് ഇത് ഉന്മാദത്തിലേക്ക് വന്നത്. പക്ഷേ ആദ്യം രണ്ടാമത് വന്ന സമയത്ത്, ഞാൻ ജനിച്ചിട്ടില്ല ആ സമയത്ത്, അത് MT കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഉമ്മയും എൻ്റെ ഏടത്തിയും അവരോട് മാറി നിൽക്കാൻ പറയുന്നത്, പിന്നെ ഏറ്റവും അടുത്ത സന്തത സഹചരിയായ പുനലൂർ രാജൻ അദ്ദേഹത്തിന് കൂടെ നടന്ന് ഫോട്ടോ എടുത്ത്, ഇന്നിപ്പം മറ്റേ ബഷീറിൻ്റെ ഫോട്ടോ എവിടെയെങ്കിലും ആരും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 95% പുനലൂർ രാജൻ്റെയാണ്. അത്രയും അടുത്ത വ്യക്തിയായ പുനലൂർ രാജൻ അടുക്കുമ്പം MT എഴുതിയിട്ടുണ്ട്, ചിലപ്പോൾ അവൻ പുനലൂർ രാജൻ്റെ രൂപത്തിലും വരുന്നു. അതായത് നമ്മുടെ പുനലൂർ രാജൻ്റെ രൂപത്തിലും വരും എന്ന് പറയുന്ന അവസ്ഥയിൽ പക്ഷേ ഈ ഉന്മാദാവസ്ഥ പോലും അദ്ദേഹത്തിന് ഈ സർഗാത്മകത
സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പാത്തുമ്മയുടെ ആടൊക്കെ ഈ വല്ലപ്പുഴ വൈദ്യരുടെ കീഴിലുള്ള സമയത്താണല്ലോ എഴുതിയത്. അപ്പോൾ അതും ഒരു സാഹിത്യ സൃഷ്ടിയുടെ ഒരു ഭാഗമാക്കിയിട്ടാണ് അദ്ദേഹം കൊണ്ടുപോയത്. ഉന്മാദാവസ്ഥ പോലും ഭ്രാന്ത് അത് പുറത്തുനിന്നുള്ള അവർക്ക് കാണുമ്പോൾ അതൊക്കെ ഒരു വളരെ സന്തോഷം, വളരെ ഒരു അത്ഭുതവും അതൊക്കെ ഒരു ഇതായിട്ട് കാണാം. പക്ഷേ വീട്ടുകാർക്ക്, എൻ്റെ ഉമ്മയ്ക്ക് അറിയായിരുന്നു, ഉമ്മയും പെങ്ങളൊക്കെ വളരെയധികം വിഷമിച്ചിരുന്നു. കാരണം ഒരു പ്രാവശ്യം ഇതുപോലെ ജിന്ന് യക്ഷി വരുന്നു എന്ന് പറഞ്ഞ് കത്തി വീശിയപ്പം വീട്ടിൽ പണ്ട് ഇദ്ദേഹം നായകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. നായ്ക്കളെ വളർത്തും. അതും നായ്ക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന നായ്ക്കളാണ്. അതായത് അവിടെ വന്ന് കൂടും. ഷാൻ എന്ന് പറയുന്നതാണ് ഞങ്ങളെ വീട്ടിലത്തെ നായകളുടെ കോമൺ പേര്. ആൺനായ. അത് വരും. അത് ഈ ചെത്തലപ്പട്ടി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന പട്ടിയാണ്. അവർ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് അവിടെ കൂടും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരാൾ നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാവും. അപ്പോൾ അവൻ്റെ പേര് ഷാൻ എന്നായിരിക്കും. ഈ ഷാൻ എന്ന് പറയുന്ന നായ ഈ നമ്മുടെ യക്ഷി വന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ കൊല്ലാൻ വേണ്ടി കത്തി വീശുമ്പം ഉമ്മ അടുത്തുണ്ട്. അപ്പം ഈ കത്തി നേരെ ഉമ്മയുടെ കഴുത്തിലായിരുന്നു. അതിനു മുമ്പ് ഈ ഷാൻ എന്ന് പറയുന്ന നായ ചാടി. ഷാൻ എന്ന് പറഞ്ഞ നായ ചാടിയപ്പം കത്തി തെന്നി പിന്നെ കൊണ്ടുവന്ന് എൻ്റെ ഉമ്മയുടെ മുഖത്താണ്. ആ പാട് ജീവിതാവസാനം വരെ ഉണ്ടായിരുന്നു. ആ ഉമ്മയുടെ ആ പാട് കത്തി. അപ്പം ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ഈ മൃഗങ്ങൾ, ഈ ഭൂമിനിവാസികൾ പറഞ്ഞല്ലോ, മൃഗങ്ങൾക്ക്, അതും പാത്തുമ്മയുള്ള ആട്, നായ, മനുഷ്യർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം മൃഗങ്ങളും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഒരു മനുഷ്യ ഒരു സംസർഗം മാത്രമല്ല, മൃഗസംസർഗവും ഒരു പരിധി വരെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. മൃഗങ്ങളായിട്ടും സംവദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇദ്ദേഹം മാംഗോസ്റ്റീൻ മരച്ച ചുവട്ടിൽ ഇരിക്കുമ്പോഴേ ഞാൻ രാവിലെ ഇദ്ദേഹം എണീക്കാൻ വൈകും. അപ്പം എൻ്റെ ഒരു പ്രധാന പണി ഈ ചാരി കസേര കൊണ്ടുപോയി മാംഗോസ്റ്റീൻ മരത്തിൽ കൊണ്ടുപോയി വെക്കുക, അദ്ദേഹത്തിൻ്റെ എഴുത്ത് മേശ കൊണ്ടുവെക്കുക, പിന്നെ ടീപ്പോയി വെക്കണം, പത്രങ്ങൾ കൊണ്ടുവെക്കണം. അതിൻ്റെ കൂടെ തന്നെ വീട്ടിൽ നിന്നും കുറച്ച് ഒരു 10-20 മീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവിടേക്ക് ഇലക്ട്രിസിറ്റി ലൈൻ വലിച്ചു കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് പാട്ട് കേൾക്കണം. പാട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ, അതായത് സംഗീതത്തിനേക്കാൾ സാഹിത്യത്തിനേക്കാൾ അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ സോജ രാജകുമാരി എന്ന് പറയുന്ന പാട്ട് അന്നത്തെ കാലത്ത് കോഴിക്കോട്ടുകാർ കേൾക്കുന്നത് ഇദ്ദേഹത്തിൽ നിന്നാണ്. കാരണം ഈ കർണാട്ടിക്, ഈ ഹിന്ദുസ്ഥാനി, ഈ ബംഗാളി ഗാനങ്ങളൊക്കെ കേൾക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു ചെറിയ സെക്ടറിൽ നിന്ന് മാറി അത് ജനകീയമാക്കിയത് ഇദ്ദേഹമായിരുന്നു. അപ്പം ഇങ്ങനെ കൊണ്ടുവെക്കുന്ന അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ ഒരു ദിവസമായി തിരിച്ച് വരുമ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ എഴിഞ്ഞിട്ട് ഇദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇപ്പോഴും ഉണ്ട് ആ ഭാഗത്തൊക്കെ. കുറച്ച് കാട് പിടിച്ച മാതിരിയാണ് അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്നത്. ഈ മാംഗോസ്റ്റീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ചെടികളും ഒക്കെ ഉണ്ട്. അപ്പം എഴിഞ്ഞ് അങ്ങനെ, അപ്പം ഞാനാകെ പേടിച്ചു, അത് പാമ്പ് പറഞ്ഞു. എവിടെ? അതങ്ങ് പോയിക്കോളും. വളരെ കൃത്യമായിട്ട് പാമ്പ് എഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടിക്കൂടെ അങ്ങ് പോയി. അത്രയേ ഉള്ളൂ അദ്ദേഹത്തിനത്. അതായത് ആ പാമ്പിനോട് പോലും സംവദിക്കാനും പാമ്പ് ഒന്നും ചെയ്യില്ല എന്നറിയാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു വലിയൊരു രസമുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ എം.എ. റഹ്മാൻ അത് ഈ ബഷീർ ദമാൻ ഡോക്യുമെൻ്ററി എടുക്കുമ്പോൾ ഫോട്ടോ എടുത്തിരുന്നു. ഇദ്ദേഹം വന്നിട്ട് ഈ കസേര അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ചാരു കസേര കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഒരു 4-5 കസേരകൾ കൊണ്ടുവരും ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ വരുന്ന വിസിറ്റേഴ്സിനുള്ള ചെയറിലിരിക്കും. ഒരു പൂവൻകോഴി വരും. ഈ പൂവൻകോഴി വന്നിട്ട് ഇതിൻ്റെ ചാരു കസേരയിൽ കയറി അങ്ങോട്ട് കയറി നിന്നിട്ട് ഒരു ചിറകൊക്കെ വിടർത്തി കൂവും. കൊക്കോ എന്ന് പറയും. കൂവി കുറച്ച് നേരം നോക്കി അദ്ദേഹത്തൊക്കെ നോക്കി അങ്ങ് എഴുന്നേറ്റ് പോകും. അത് കഴിയുമ്പോൾ അദ്ദേഹം ആ ചെയറിലേക്ക് ഇരിക്കുക. അപ്പം പൂവൻകോഴി പറയുന്നത്, ഇതിൻ്റെ ആദ്യ അവകാശി ഞാനാണ്, ഭൂമിയുടെ അവകാശി എഴുതിയ നിങ്ങൾ, ഈ കസേരയുടെ ആദ്യാവകാശി ഞാനാണെന്നാണ് പൂവൻകോഴിയുടെ ഭാവം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എം.എ. റഹ്മാൻ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. അപ്പം അങ്ങനെ കുറേ ഈ മൃഗങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ സംവദിക്കാൻ പറ്റി. എനിക്കറിയില്ല കേട്ടോ, അദ്ദേഹം കീരി, പാമ്പൊക്കെ ആയിട്ട് ചേര ഒന്നും ഇതുവരെ ഒരു അപകടവും ഉണ്ടായിട്ടില്ല. ഒരു ചേര അദ്ദേഹം സാധാരണഗതിയിൽ ചേരൊക്കെ ആൾക്കാർ കാലി ചുറ്റും എന്ന് പറയും. ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ആ വഴിക്കൂടെ എപ്പോഴും പോവും. അങ്ങനെ പോയിക്കോളും. അതങ്ങ് പോയിക്കോളും എന്ന് പറയും.
അവർ വന്ന് അങ്ങനെ ഇതിലൊക്കെ സൈഡിലൊക്കെ പോയി ആരും പോവും, ഒരു പ്രത്യേകം ഉണ്ടായിട്ടില്ല. അത് അത് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ ബിടെക്കാണ് പഠിച്ചത്. അതൊരു 10-55 പേപ്പർ പാസ്സായി കഴിഞ്ഞാൽ, കാണാപാഠം പഠിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെനക്കെട്ട് പഠിച്ചാൽ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ബിടെക് ഡിഗ്രി കിട്ടും. പക്ഷേ ഒരു സാഹിത്യകാരനാകാൻ പറ്റില്ല. ഞാൻ എഴുതിയാൽ നിങ്ങൾ വായിക്കണ്ടേ? അപ്പോൾ അത് നിങ്ങളുടെ മനസ്സറിയണം. അത് ബുദ്ധിമുട്ടാണത്. മോഹൻകുമാർ സാറൊക്കെ പറഞ്ഞല്ലോ, നമുക്ക് നമ്മളെ അനുവാചകൻ്റെ മനസ്സറിഞ്ഞിട്ട് എഴുതുമ്പോൾ മാത്രമേ അവർ സ്വീകരിക്കുള്ളൂ. അല്ലാതെ എത്രയോ സാഹിത്യകാരന്മാരുണ്ട്. ഇവിടെ തന്നെ കുറേ പുസ്തകങ്ങൾ ഞാൻ കണ്ടു, പല ആൾക്കാരുടെ പേര് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ മനസ്സറിഞ്ഞ് എഴുതിയാൽ മാത്രമേ സ്വീകരിക്കുള്ളൂ. മനസ്സറിഞ്ഞ് അനുവാചകൻ്റെ മനസ്സ് എന്താണ് അവർക്ക് വേണ്ടതെന്ന് അറിഞ്ഞ് എഴുതുന്ന ആൾക്കാർ മാത്രമേ വിജയിച്ചുള്ളൂ. അതെനിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ കേരളത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അനീസ് ബഷീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. പലപ്പോഴും എന്നെ കണ്ടിട്ടുണ്ടാവില്ല. സച്ചിദാനന്ദ സാറ് പലപ്പോഴും എന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ പല സമയത്തും എൻ്റെ രൂപം മാറും. ഈ കുറേ ആയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ സച്ചിദാനന്ദ സാറ് വന്നിട്ട്, ഞാൻ സച്ചിദാനന്ദ സാറെ കണ്ടപ്പോൾ സാറെ വിളിച്ച് വളരെ സംസാരിച്ചു. എനിക്ക് നല്ല പരിചയം, ആരാണ് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പേര് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം സന്തോഷം. അപ്പോൾ ആ ഒരു ഇടമുണ്ടല്ലോ. അപ്പോൾ എവിടെ പോയാലും അടുഗോപാൽ സാർ മറ്റേ MTയുടെ അടുത്ത് പോകാനോ എവിടെ പോയാലും ഒരു ഇടം ഉണ്ട് നമുക്ക്. എനിക്കും ഷാഹിനക്കും രണ്ടാമതൊരാൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊരു വലിയ ഇതാണ്, നേട്ടമാണത്. അതുകൊണ്ട് ഈ പറഞ്ഞ അഴീക്കോട് മാഷെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഓർമ്മകൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. DC കിഴക്കേമുറിയെ പറ്റിയ ഓർമ്മ. ഇപ്പം അടുത്തിപ്പം ഷാർജ ബുക്ക് ഫെയറിലെ 2 പുസ്തകങ്ങൾക്ക്, അതായത് മാമുക്ക പിന്നെ വിളയിൽ വത്സര, ഇവരൊക്കെ ഓർമ്മകൾ നമുക്കറിയാലോ. ഇവരൊക്കെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു നമുക്ക്. അതൊക്കെ എഴുതി കൊടുത്തു. അതിനൊക്കെ ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കിട്ടിയിട്ടായിരുന്നു. പക്ഷേ സർഗ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. അത് നമുക്ക് കഴിഞ്ഞിട്ടില്ല. നല്ല ഓർമ്മയാണ്. കാരണം വെച്ചാൽ ഞാൻ ചെറുപ്പത്തിലേ അറിയാം. അപ്പം ഈ NP മുഹമ്മദിനെ അദ്ദേഹം വിളിക്കുന്ന പേര് മമ്മദേ എന്നാണ്. വാസുദേ വിളിക്കുള്ളൂ. പറ്റുമെങ്കിൽ നൂലം വാസു, കടാര വാസുദേ വിളിക്കുകയുള്ളൂ. അതുപോലെ തിക്കുടയനെ തിക്കു എന്നാണ് വിളിക്കുക. ഈ തിക്കുടയൻ കോഴിക്കോട് ആകാശവാണിയിൽ ആണ് ജോലി ഉണ്ടായിരുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പോസ്റ്റ് ചെയ്യുക, ബഷീർ എഴുതുന്ന എഴുത്തുകൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ജോലി കൂടിയാണ്. അപ്പോൾ ഈ പോസ്റ്റ് കാർഡിലാണ് മിക്കവാറും കത്തെഴുതുക. അപ്പോൾ ഈ കത്ത് എഴുതുമ്പോൾ അതിൻ്റെ അഡ്രസ്സ് എഴുതുക എങ്ങനെയാണ്? തിക്കൊടിയൻ, ആകാശ സാഹിത്യകാരൻ, കോഴിക്കോട്. അപ്പം ഞാൻ ഈ കത്തിങ്ങനെ നോക്കിയിട്ട് പറയും, ഇത് പോകുന്നില്ല, ഇത് അഡ്രസ്സല്ല, ഇതിങ്ങനെ തമാശ എഴുതി കഴിഞ്ഞാൽ ഞാച്ച വിചാരിക്കാൻ പറ്റില്ല, തമാശ എഴുതി കഴിഞ്ഞാൽ കിട്ടില്ല. നീ പോസ്റ്റ് ചെയ്യുക, അത് കിട്ടും എന്ന് പറയും. കൃത്യം കത്തവിടെ കിട്ടും, ആകാശവാണിയിലെ കത്ത് കിട്ടും അവിടെ. അതുപോലെ ഈ മറ്റേ UA ഖാദറിനെ കുറിച്ച് എഴുതിയ കഥയാണ് മാമയിലിയുടെ മകൻ. അപ്പം അത് വായിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബർമൻ പശ്ചാത്തലം, ആ കൃതി എഴുതി തീർക്കാൻ വേണ്ടി UA ഖാദർക്ക് വന്നിട്ട് എത്ര കാലം ബഷീറിൻ്റെ, പക്ഷേ ഇദ്ദേഹത്തിനെ കളിയാക്കിയിട്ടാണ് എഴുതുന്നത്. ആ കളിയാക്കി എഴുതിയ കൃതി ഒന്ന് എഴുതി തീർക്കുക, എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ടാണ് UA ഖാദർക്ക് വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാതെ ബുദ്ധിമുട്ടായി. ആ കൃതി പിന്നീട് പ്രസിദ്ധീകരിച്ചത് ഞാനാണ്. പിന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അതൊക്കെ എടുത്ത് നോക്കി രണ്ടാമതൊരു എഡിറ്റിംഗ് ഇല്ലാതെ എഴുതിയത്. പക്ഷേ ഖാദർക്ക് വന്ന് എൻ്റെ മുന്നിൽ കരഞ്ഞു വന്നിട്ട് പറഞ്ഞത്, ഇതിനു വേണ്ടി ഞാൻ എത്ര കാലമാണ് കാത്തിരുന്നത് അറിയോ. അത് അങ്ങനെയൊക്കെ അവർക്കൊക്കെ ഭയങ്കര അടുപ്പമായിരുന്നു. ഈ VK വന്ന് മുന്നിൽ നിൽക്കുന്നത്. VK അന്ന് വന്ന് കരഞ്ഞ്, അദ്ദേഹം മരിച്ച സമയത്ത് വന്ന് കരഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോഴേ, അത്രയും വയസ്സായ ഒരാൾ, അങ്ങനെ അടുപ്പമുള്ള ഒരാൾ വന്ന് കരയുന്നത് കാണുമ്പോഴേ, അപ്പം ഞാൻ തോന്നുന്നു ഇപ്പം ഈ രവി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ കരച്ചിൽ പോലും കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ എന്നേക്കാൾ കൂടുതൽ അടുപ്പം ഇവരൊക്കെ കാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. മകൻ എന്ന നിലയിൽ എനിക്കുണ്ടായിരുന്ന അടുപ്പത്തിനേക്കാൾ കൂടുതലൊക്കെ ഇവർക്കാണല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ആര് കത്തെഴുതിയാലും പോസ്റ്റ് കാർഡിലൊരു മറുപടി കൊടുക്കും. ഈ പല പോസ്റ്റുകൾ ഇന്നിപ്പം എന്നേക്കാൾ പ്രായമുള്ള ആൾക്കാർ, അതായത് 60 വയസ്സായ ആൾക്കാർ ഈ പോസ്റ്റുകൾ കാണിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടിയാകുമ്പോൾ അവർക്ക് എഴുതിയ കത്തുകളുടെ, ഇപ്പം പുതുക്കുടി ബായേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്, ട്രഷറി റിട്ടയർ ചെയ്താണ്. അപ്പോൾ അദ്ദേഹമൊക്കെ വളരെ ചെറുപ്പത്തിൽ, 60-62 വയസ്സുണ്ട് അവർക്കൊക്കെ, ആ എഴുതിയ കത്ത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ ചെറിയ കത്തുകൾക്ക് പോലും മറുപടി കൊടുക്കുകയായിരുന്നു ഈ തിരക്കിനിടയിലും. അപ്പം നമുക്ക് ഈ വീട്ടിലുണ്ടായിരുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ, എപ്പോഴും ആളുകളുള്ള വീടായതുകൊണ്ട് നമുക്കിതൊരു പബ്ലിക്
പ്ലീസ് എൻ്റെ വൈഫ് ഇവിടെ വീട്ടിൽ വന്നപ്പം ആദ്യം ബുദ്ധിമുട്ടിയത് കാരണം എൻ്റെ നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ മീഡിയാസൊക്കെ അവരങ്ങ് അടുക്കളയിൽ വരെ എത്തും. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചിരുന്നു, ഈ വീട്ടിലൊരു പ്രൈവസി എവിടെയുള്ള മറ്റേ ബെഡ്റൂമിൽ പോലും ഈ പത്രക്കാരും മീഡിയക്കാരും വന്ന് കയറി ഇറങ്ങുന്ന ഈ വീട്. ഞാൻ പറയും ഈ വീട് ഇങ്ങനെയായിരുന്നു, പണ്ടും ഇങ്ങനെയായിരുന്നു, മാറ്റാൻ ബുദ്ധിമുട്ടാണത്, അവരങ്ങനെ തന്നെ പോവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു അതായത് ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ഒരു മറ്റേ ആയുർവേദ കോളേജിൽ നിന്ന് കുറച്ച് ആൾക്കാർ വീട്ടിലോട്ട് വരുമ്പോൾ അവർ പറഞ്ഞത് ഒരു കാര്യമായിരുന്നു, നിങ്ങൾക്ക് ബഷീറിൻ്റെ വീട്ടിൽ പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റും, അതുപോലെ മറ്റ് വീടുകളിലൊന്നും കയറി ചെല്ലാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. വേറൊരാൾ ഞാൻ പറയുന്നത് പേരൊക്കെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മളെ വീട്ടിൽ എപ്പോൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പോഴും ടാറ്റ മരിക്കുന്നവരെ ഉമ്മച്ചി പിന്നമ്പുറത്തായിരുന്നു. ടാറ്റ മരിച്ചതിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് ശൂന്യത വന്ന് ആൾക്കാർ ആകെ അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് ഉമ്മച്ചിയെ ബാറ്റൻ കൃത്യമായിട്ട് ഉമ്മച്ചി ഏറ്റെടുത്ത് പിന്നെ ഉമ്മച്ചിയെ സാംസ്കാരികത്തെ ഉമ്മച്ചികൾ വരികയാണ്. പിന്നെ അതുപോലെ ആൾക്കാരും കുട്ടികളും പിന്നെ വീട്ടിൽ വരാൻ തുടങ്ങി. ഉമ്മച്ചി മരിക്കുന്നവരെ വരാൻ തുടങ്ങി. വീടുകളിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഈ നാടകം അവതരിപ്പിക്കും, പാട്ട് പാടും. ഉമ്മച്ചി അവർക്ക് ചെറിയ പുസ്തകങ്ങൾ സമ്മാനമായി കൊടുക്കും. ഭയങ്കര സന്തോഷമാണ് കുട്ടികൾക്ക് ഒരു ചെറിയ പുസ്തകം സമ്മാനമായി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ കുട്ടികൾ അടുത്ത സ്കൂളിലെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മത്സരമാണ്. അതിനെക്കാട്ടും നന്നായിട്ട് പാട്ട് അവതരിപ്പിക്കാനും കഥ പറയാനും ചെറിയ നാടകങ്ങൾ അവതരിപ്പിക്കാനൊക്കെ അവർക്ക് ഇതാണ്. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ വന്നിട്ട് ഉമ്മച്ചി ഇങ്ങനെ പുസ്തകത്തിൽ എഴുതിയൊക്കെ ചെയ്യുക, ഇന്ന് സ്കൂൾ വരുന്ന രീതിയൊക്കെ ചെയ്യുക. എൻ്റെ ചെറിയ കൊച്ചു കുട്ടികളെ ഉമ്മച്ചിട്ട് സഹായിച്ച് ഞാൻ ചെറിയ പ്രായത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികൾ സന്ദർശിക്കുന്നൊരു വീട് വേറെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കുട്ടികളിലൂടെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ബഷീറിന് ഇപ്പോൾ ഒരു 10-15 വയസ്സുള്ളൂ എനിക്ക് തോന്നുന്നു പലപ്പോഴും. കാരണം കുട്ടികൾ പറയും ബഷീർ അവരവരെ പറഞ്ഞു, അവരെ സുഹൃത്തിൻ്റെ പോലെ പറയുന്നത്, ഞാൻ ബഷീറിൻ്റെ ഈ പുസ്തകം വായിച്ചിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ബഷീർ എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്, ഇക്കെന്ന് ബഷീർ സാറോ എന്നവർ പറയുന്നില്ല. അപ്പോൾ അവരെ പ്രായമാണ് അദ്ദേഹത്തിന് അവർ കാണുന്നത്. ഒരു 14 വയസ്സ് 15 വയസ്സ് 13 വയസ്സൊക്കെയാണ്. 13 വയസ്സുകാരനെ ബഷീറിനെ കാണുന്നത്, 14-14കാരനായ ബഷീറിനെ കാണുന്നത്, 15-15കാരനായ ബഷീറിനെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ വയസ്സിലാണ് പോയത്. ഇപ്പോഴും പോകുന്നു അത് ആ വയസ്സ് തന്നെയാണ്. കാരണം ഇപ്പോഴും മുതിർന്നവരെക്കാൾ കൂടുതൽ കുട്ടികളാണ് അദ്ദേഹത്തിന് കൃതികൾ വായിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ 12 വയസ്സിൽ ആനവാരി മുൻകുറിച്ച് വായിച്ചതുപോലെയല്ല പിന്നെ 18-ാം വയസ്സിൽ വായിച്ചത്. 30-ാം വയസ്സിൽ ഞാൻ വേറെ രീതിയിലാണ് വായിച്ചത്. എട്ടുകാരി മമ്മൂഞ്ഞൊക്കെ എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് 2 സ്പീക്കർ വരെ മുൻ സ്പീക്കർ വരെയും പരിചയമുണ്ട്. രാജേഷ് ആയിരുന്നപ്പോൾ ഞാൻ പാലക്കാട് പഠിക്കുന്ന സമയത്താണ് എം പി രാജേഷ് അവിടെ പാലക്കാട് ഉണ്ടായിരുന്നത്. ഇതുപോലെ നമ്മൾ ഷംഷീറിനെ പരിചയമുണ്ട്. അപ്പം ഞാൻ ഷംഷീർ വയസ്സ് വീട്ടിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എട്ടുകാരി മമ്മൂഞ്ഞിനെ കൈകാര്യം ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. ഷംഷീർ ഭയങ്കര ചിരി. അപ്പോൾ ഈ എട്ടുകാരി മമ്മൂഞ്ഞി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ പരാമർശിക്കാതെ മിക്കവാറും ഇവിടെ നിയമസഭാ സമ്മേളനം കഴിയാറില്ല. അപ്പോൾ കഥാപാത്രം ഈ MLA ആണ് ഇവിടെ. അതുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഗാന്ധിജിയുള്ള ആരാധന മൂത്തിട്ടാണ് അദ്ദേഹം സ്കൂളിൽ നിന്ന് പുറത്താവുന്നത്. കാരണം ആ സമയത്തുണ്ടായിരുന്ന മുൻഷി അദ്ദേഹത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ഒരു ബ്രിട്ടീഷ് അനുകൂലിയായിരുന്നു. അപ്പം ഇനി സമരപ്പന്തലിൽ പുറത്താക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് സമരപ്പന്തലിൽ പോകാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ചെറുപ്പത്തിലേ ഇത് കയറിയിട്ടുണ്ടായിരുന്നു. ഈ ദേശീയ പ്രസ്ഥാനത്തിനോടുള്ള ഒരാവേശം അദ്ദേഹം കയറി. അത് കാരണമാണ് ഈ 16 വയസ്സ് കുട്ടി തലയോലപ്പറമ്പിൽ നിന്ന് വൈക്കത്ത് വന്നിട്ട് ഗാന്ധിജിയെ തൊടാൻ വേണ്ടി ഓടി വന്നത്. അപ്പം ഈ ഗാന്ധിജിയെ തൊട്ട കുട്ടി പിന്നെ 8 കിലോമീറ്റർ ഇട്ട് വൈക്കത്ത് പിന്നെ തലയോലപ്പറമ്പിലേക്ക്. അന്ന് വേറെ മാർഗമൊന്നുമില്ല, ഓടുകയും നടക്കുകയും ചെയ്തിട്ട് വീട്ടിലെത്തിയിട്ട് പറയാണ് ഉമ്മനോട്, ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടത്. അപ്പോൾ ഉമ്മക്ക് അത് അറിയില്ലല്ലോ ആരാണ് ഗാന്ധി എന്ന് അറിയാത്ത. കാരണം അത്രയും അന്നൊന്നും യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ മാർഗമില്ല. പത്രം ഇപ്പോൾ ഒരു 3-ാം ദിവസമല്ലേ വീട്ടിലെത്തുന്നുള്ളൂ, അത് തന്നെ വളരെ കുറച്ച് സ്ഥലത്തെ പത്രം എത്തുന്നുള്ളൂ. അപ്പോൾ ഉമ്മ ചോദിക്കുന്നത് ആരാണ് ഈ ഗാന്ധി നമ്മുടെ പഷ്ണി മാറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം വിഷമമുള്ള സമയമാണ്, പ്രയാസമുള്ള സമയമാണ്, യുദ്ധം ഈ സമരമൊക്കെ നടക്കുന്ന സമയത്തായതുകൊണ്ട് ഒരു നേരം മാത്രമേ അവിടെ മുതിർന്ന പത്തമേടെ അടുൽ പറയുന്നുണ്ടല്ലോ, മുതിർന്നവർക്ക് വറ്റി കൊടുത്തിട്ട് സ്ത്രീകൾ കഞ്ഞിവെള്ളം കുടിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പം അങ്ങനത്തെ കാലമാണ് സമയം. അപ്പോൾ ഈ 16 വയസ്സ് അദ്ദേഹം കുറച്ച് ലേറ്റായിട്ടാണ് സ്കൂളിൽ ചേർത്തത്. 16-ാം വയസ്സിൽ എനിക്ക് തോന്നുന്നു 5th ഫോറം അന്നത്തെ 8-ാം ക്ലാസ്സോ 9-ാം ക്ലാസ്സോ വരെ പഠിച്ചിട്ടുള്ളൂ അദ്ദേഹം. അപ്പോൾ അതിനുശേഷം ഈ പ്രസ്ഥാനത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കോഴിക്കോടേക്ക് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പറ്റി അറിയാം. അതിന് വേണ്ടിയിട്ട് കോഴിക്കോട് കള്ളവണ്ടി കയറുകയും കുറേ മറ്റേ ഫെറി കയറുകയൊക്കെ ചെയ്തിട്ടാണ്, തോണി യാത്രയൊക്കെ ചെയ്തിട്ടാണ് കോഴിക്കോട് വരുന്നത്. കോഴിക്കോട് ഒരു ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദേശീയബോധം ഭയങ്കരമായിരുന്നു. അപ്പോൾ എന്നൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും അത് കൃത്യമായിട്ട്. ദേശീയത മതേതരത്വം വിട്ടിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കും പെങ്ങൾക്കായാലും. കാരണം വെച്ചാൽ അതങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്
കൃത്യമായിട്ട്, അതായത് ഹിന്ദു എന്ന് അല്ലെങ്കിൽ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ, എൻ്റെ സുഹൃത്തുക്കളിൽ പലരും പലതാണെന്ന് അറിയുന്നത് പലപ്പോഴും എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കല്യാണം വരുമ്പം പെണ്ണ് കാണാൻ വരുമ്പം ഞാൻ ചോദിക്കും, എടാ നിനക്ക് ഇപ്പം നീ ഏതാ ജാതിയാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ജാതി അറിയുന്നത്, കല്യാണ സമയത്ത് മാത്രമാണ്. അതുവരെ നമ്മൾ അവരെ അറിയുന്നില്ല ആരാണ് ജാതി എന്താണ്. അപ്പം അങ്ങനെ വളർന്നതാണ് ഞങ്ങളൊക്കെ. ഈ സാരെ ജഹാൻ സച്ച പണ്ട് ദൂരദർശൻ്റെ സാരെ ജഹാൻ സച്ച പഠിപ്പിച്ചിരുന്നു. വിളിക്കും, അതാന്ന് പറഞ്ഞ് വിളിക്കും. വിളിച്ചിട്ട് അത് മുഴുവൻ കൃത്യമായിട്ട് എനിക്ക് അതേ രീതി തന്നെ ഇപ്പോഴും പാടാൻ അറിയാം. സാരെ ജഹാൻ സച്ച അതും കേൾക്കാൻ പറയും, അത് പഠിപ്പിച്ചിരുന്നു. പിന്നെ ദേശീയബോധം, ദേശീയതാബോധം, മറ്റേ ഈ ദേശീയ പ്രസ്ഥാനങ്ങളോടുള്ള സ്നേഹം, അതൊക്കെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഞങ്ങളിൽ ഇഞ്ചക്റ്റ് ചെയ്തിട്ടുണ്ട് അത് സംഗതി, ആ ഒരു ബോധം.